വെൽക്കം ടു IBS. 10,227 വേക്കൻസിയുമായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന IBS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് വൈഡ് വേക്കൻസി എത്രയൊക്കെയാണ്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അറിയാം. ഓക്കെ, നമുക്കറിയാം IBPS സെലക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 നാഷണലിസ്റ്റ് ബാങ്കിൽ SBI ഒഴികെയുള്ള ബാക്കിയുള്ള ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്ന ബോഡിയാണ് IBPS. IBPSന്റെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് അല്ലെങ്കിൽ ക്ലർക്കിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡേറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 1 മുതൽ 2025 ഓഗസ്റ്റ് 21 വരെയാണ്. ഇതേ ഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് നമ്മൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റ്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്താണ്. ഓക്കെ, 2025 ഒക്ടോബർ എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതിന് മുമ്പ് വന്ന എക്സാമിനേഷൻ കലണ്ടറിൽ നമുക്ക് ഇതിനകത്ത് ഡേറ്റ് പറഞ്ഞിരുന്നത് ഒക്ടോബർ 4, 5, 11 തീയതികളിൽ പ്രിലിംസ് എക്സാമിനേഷൻ നടക്കുമെന്നറിയാം. പിന്നീട് വരുന്നത് മെയിൻസ് എക്സാമിനേഷനാണ്. അതിൻ്റെ ഡേറ്റ് 2025 നവംബർ എന്നാണ്. നവംബർ 29 എന്നായിരുന്നു നമ്മുടെ കലണ്ടറിൽ വന്നത്. അപ്പോൾ നവംബറിൽ തന്നെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. പിന്നെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് മാർച്ചിൽ തന്നെയാണ്. 2026 മാർച്ചിൽ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒക്ടോബറിൽ തുടങ്ങുന്ന പരീക്ഷ, നവംബറിൽ അതിൻ്റെ മെയിൻസ്, 2026 മാർച്ച് ആകുമ്പോഴത്തേക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഷെഡ്യൂളാണ് കണ്ടത്. അറിയാമല്ലോ, ബാങ്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ബാങ്ക് എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ 11 ബാങ്കിലാണ് നമ്മുടെ ഈ റിക്രൂട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ഏതൊക്കെ ബാങ്കുകൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തു, ഏതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ സാലറി. എത്ര രൂപയായിരിക്കും നമുക്ക് ഒരു ക്ലർക്കൽ പോസ്റ്റിലേക്ക് നമ്മൾ IBPS സെലക്ഷൻ വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി 40+ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഒരു മാസം തുടക്കത്തിൽ തന്നെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സ്ഥിര വരുമാനം, ഒരു സ്ഥിര ജോലി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നൊരു അവസരമാണ്. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. ഇനിയും എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആദ്യം നമ്മൾ വരുന്ന ഏജ്. ഏതൊക്കെ ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിൽ മത്സരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഭാഗമാകാം. മിനിമം ഏജ് 20 വയസ്സ്, മാക്സിമം ഏജ് 28 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക് പറഞ്ഞേക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് SC/ST 5 വർഷം, OBCക്ക് നോൺ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ 3 വർഷം, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷം റിലാക്സേഷൻ ആണ്. പിന്നെ എക്സ് സർവീസ്മാൻ്റെ ഇത് പറഞ്ഞേക്കുന്നത് അവരുടെ പ്രസന്റ് ഏജിൽ നിന്നും എന്താണ് ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ് റെൻഡേഡ് കുറയ്ക്കുന്നു. അവർ എത്ര വർഷമാണ് അവർ സർവീസ് അത് കുറയ്ക്കുന്നു. പിന്നീട് എന്താ എക്സ്ട്രാ ഒരു 3 വർഷം റിലാക്സേഷനും ഉണ്ട്. ഇനിയും ഏതെങ്കിലും ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻമാർ, അത് SST കാറ്റഗറി ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് 8 വർഷം റിലാക്സേഷൻ കിട്ടും. ഈ 3 പകരം അവർക്ക് 8 വർഷമായിരിക്കും റിലാക്സേഷൻ. പിന്നീട് വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ അങ്ങനെയുള്ളവർക്കും കൺസിഡറേഷൻ ഉണ്ട്. ഏജ് കൺസിഡറേഷൻ അപ് ടു ഏജ് ഓഫ് 35 years ഫോർ ജനറൽ ആൻഡ് EWS ആൻഡ് 38 years ഫോർ OBC ആൻഡ് 40 years ഫോർ SST കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഈ ഏജ് റിലാക്സേഷൻ കൂടെ നിങ്ങൾ പരിഗണിക്കുക. ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രിവിലേജ് കിട്ടും. അടുത്ത നമ്മൾ നോക്കേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ബാങ്ക് ഇൻഷുറൻസ് എക്സാമിൽ ചോദിക്കുന്നൊരു ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഡിഗ്രി ഫ്രം എനി ഡിസിപ്ലിൻ. ഏത് ഡിസിപ്ലിനിൽ നിന്നും ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നമുക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി. പക്ഷേ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ. നമുക്കറിയാം IBPS PO എക്സാമിനേഷന് കാര്യമായ ചേഞ്ച് അതിൻ്റെ പ്രിലിംസിനും മെയിൻസിനും ഉണ്ടാകും. നമുക്ക് ഈ ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ഇതാണ് കാണുന്നത്. നോക്കി, ഈ പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് എന്താണ് ചേഞ്ച് ഇല്ല കാര്യമായിട്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 20 മിനിറ്റ്, ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്, റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ പരീക്ഷ. 1 മണിക്കൂറാണ് പരീക്ഷ. ഇപ്പോൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നെഗറ്റീവ് മാർക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ച് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ. അടുത്തത് മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷന് തീർച്ചയായിട്ടും ഒരു ചെറിയ പാറ്റേൺ ചേഞ്ചും അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ വിന്യാസത്തിൽ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്. ഓക്കെ, ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ 50 മാർക്ക് 20 മിനിറ്റാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൈം വന്നേക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 35 മിനിറ്റ്, റീസണിംഗ് എബിലിറ്റി 40 ചോദ്യങ്ങൾ 60 മാർക്ക് 35 മിനിറ്റ്. പസിൽസിനൊക്കെ മിക്കവാറും മാർക്കിൽ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ 50 മാർക്ക് 30 മിനിറ്റ്. അപ്പോൾ 155 ചോദ്യങ്ങൾ 200 മാർക്ക് 120 മിനിറ്റിലാണ് പരീക്ഷ. മെയിൻസ് എക്സാമിൽ ഒരു പാറ്റേൺ മാറ്റമുണ്ട്. അപ്പോൾ നമ്മളത് മെയിൻസ് ഒക്കെ എഴുതി ശീലിക്കുന്ന സമയത്ത് ആ പാറ്റേൺ
അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒന്ന് എന്താണ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ എക്സാമിനേഷൻ പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകാനുള്ള അധികാരം IBPS ഉണ്ട് എന്നാണ് അവർ പറയുന്നു എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞേക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. അടുത്തത് പറയാൻ നമുക്കറിയാം, ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് 2 ഓൺലൈൻ എക്സാമിനേഷനാണ്, പ്രിലിമിനറി എക്സാമിനേഷനും ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്രീനിങ് പ്രോസസ്സ് മാത്രമാണ്, മെയിൻസിലേക്ക് നിങ്ങളെ കടത്തി വിടുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. പിന്നെ നമ്മുടെ ക്ലർക്കിൻ്റെ വേക്കൻസീസ് വരുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്. ഈ സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് വരുമ്പോൾ എന്താണ്? ഓരോ സ്റ്റേറ്റിലേക്കും മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിന്, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ മത്സരിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് പ്രൊഫഷണൽ ടെസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. എന്നാൽ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജിൽ എന്താണ് നമ്മൾ ദ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ വേക്കൻസീസ് ഓഫ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷുഡ് ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ദ ലോക്കൽ സ്പെഷ്യൽ ലാംഗ്വേജ്. നമുക്ക് എന്തൊക്കെയാണ്? റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമുക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം എന്നുള്ളതാണ് ഈ ഒരു എന്താണ് ഈ LPT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ നോക്കാം. പ്രൊവിഷണൽ അലോട്ട്മെന്റ് നമുക്കറിയാം, 2026 മാർച്ചോടുകൂടി നമുക്ക് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ഉണ്ടാവും. ഈ പ്രൊവിഷണൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ്റെ മാർക്ക് ടോട്ടൽ 200 മാർക്കാണ്. അത് 100 കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ആ 100 ബേസ് വരുന്നുള്ള മാർക്ക് വെച്ചായിരിക്കും നമ്മളെ അതിൻ്റെ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നു. അതിന് ശേഷമായിരിക്കും നമ്മുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമുക്ക് നോക്കേണ്ടത് വേക്കൻസീസ് ആണ്. കഴിഞ്ഞ തവണ കേരളത്തെ കുറച്ച് നിരാശപ്പെടുത്തിയ വേക്കൻസീസ് ആയിരുന്നു IBPS ക്ലർക്കിന്, കാരണം 106 വേക്കൻസീസ് ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയേ, കേരളത്തിൽ 330 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ SCക്ക് 33, STക്ക് 1, OBCക്ക് 82, EWSന് 33, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 181, ടോട്ടൽ 330 വേക്കൻസീസ് ആണ്. പിന്നെ നമ്മൾ ക്ലർക്കിൻ്റെ ഒക്കെ ഈ എക്സാം വരുമ്പോൾ നമ്മുടെ സമീപപ്രദേശ സ്റ്റേറ്റുകൾ, നമ്മുടെ കർണാടകയിൽ വന്നേക്കുന്നത്, കർണാടകയിൽ ലോട്ടറി അടിച്ചേക്കാണ്. കാരണം SBI ക്ലർക്കിന് അവർക്ക് 50 വേക്കൻസി ഉള്ളായിരുന്നു. പക്ഷേ IBPS ക്ലർക്കിന് 1170 വേക്കൻസി കർണാടകയിലുണ്ട്. അതുപോലെ തമിഴ്നാട് നോക്കി, തമിഴ്നാടിന് 894 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി തമിഴ്നാട്ടിൽ IBPS ക്ലർക്കിനുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് അനുകൂലമായ സാഹചര്യങ്ങളാണ്. തീർച്ചയായിട്ടും നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലി കയറാൻ പറ്റും. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശാണ് ഏറ്റവും ടോപ്പ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാൻ വലിയ ഒരു സ്റ്റേറ്റാണ്. 1315 വേക്കൻസി ഉത്തർപ്രദേശിൽ. ടോട്ടൽ അങ്ങനെ വന്നേക്കുന്നത് 10,227 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസീസിൻ്റെ കാര്യത്തിൽ കേരളം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വേക്കൻസിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ ഈ ഒരു റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് ജോലി കിട്ടും. ഇനി നമുക്ക് കേരളത്തിൽ ഓരോ ബാങ്കും റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ്. അതിൽ നമ്മൾ നോക്കണം, ഇന്ത്യൻ ബാങ്കും യൂക്കോ ബാങ്കും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ വേക്കൻസികളുടെ എണ്ണം ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഒരു സ്റ്റേറ്റിലും ഇന്ത്യൻ ബാങ്കും യൂക്കോ ബാങ്കും അവരുടെ വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴെന്താണ്? വേക്കൻസികളുടെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പ്രിലിംസിന് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സാണ്. പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും നോക്കിയേ, ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെയാണ് പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. മെയിൻ ആണെങ്കിൽ ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് ഒഴികെ ബാക്കി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. പിന്നീട് ആപ്ലിക്കേഷൻ ഫീസ് SC ST PWBD കാൻഡിഡേറ്റ്സിനൊക്കെ 175 രൂപയുള്ളൂ. ആൾ അതർ കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ്, ഇൻക്ലൂസീവ് ഓഫ് GST ആപ്ലിക്കേഷൻ ഫീസ്. അപ്പം ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. നമുക്കൊരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൊഫഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ 3 ഇരട്ടി വേക്കൻസി ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ കർണാടക, തമിഴ്നാട് നല്ല രീതിയിലുള്ള വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IBPS ക്ലർക്കിൻ്റെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വഴി നമുക്ക് ജോലി കിട്ടാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ IBPSനെ സംബന്ധിച്ച് സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമുക്ക് IBPS ക്ലർക്കിന് നമ്മുടെ കഴിഞ്ഞ തവണ നമുക്ക് 89 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തത് പ്രിലിംസിന്. അതിൽ 57 പേര് പ്രിലിംസ് പാസ്സായി. 57 പേരിൽ നിന്ന് നമുക്ക് 10 പേരായിരുന്നു ക്ലർക്ക് ആയത് ഇതുവരെ. പക്ഷേ ഈ റിസൾട്ട് ലിസ്റ്റിൽ നിന്നുകൊണ്ട് പരിഗണിച്ച് നമ്മുടെ റിസൾട്ട് ഇന്ന് 12 റിസൾട്ടായി. 12 IBPS ക്ലർക്ക് റിസൾട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു നമ്പർ നമ്മൾ ഈ തവണ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് IBPS നടന്നു പോവുകയാണ്. സോ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, നല്ലപോലെ തയ്യാറെടുക്കുക. താങ്ക് യു വെരി മച്ച്.